നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 9 ചാപ്റ്റർ 1-ലെ ലാസ്റ്റ് എക്സസൈസ് പാർട്ടാണ് സോൾവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് എസ്, എം ആൻഡ് T. S, M and T. In each case, the state whether M is the midpoint of segment ST. Justify your answer. When M is the midpoint of ST, can you find any connection between coordinates of M, S, and T? M, S, and T. ഇവിടെ തന്നിട്ടുള്ളത് 3 പോയിന്റ്സ് ആണ്, എസ്, എം ആൻഡ് ടി. അവയുടെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. ദെൻ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഈ 3 പോയിന്റ്സിൽ എം മിഡ് പോയിന്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എസിന്റെയും ടിയുടെയും മിഡ് പോയിന്റ് ആയിട്ടാണോ എം വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അതിന് ഒരു ലൈൻ സെഗ്മെന്റിലാണ് ഈ എസും ടിയും ഉള്ളത് എന്നാണ് പറയുന്നത്. S and T lies in ലൈൻ സെഗ്മെന്റ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണോ ഏത് വരുന്നത്, എം എന്നുള്ള പോയിന്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എസിന്റെ കോർഡിനേറ്റ്സ്, ഫസ്റ്റ് നമ്മൾ എസിന്റെ കോർഡിനേറ്റ്സ് -3,0 ആണ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരുന്നത്. ദെൻ എമ്മിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 0,0 ആണ്. അതുപോലെ 3,0 ടിയുടെ കോർഡിനേറ്റ്സ്. ഇപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് മിഡ് പോയിന്റ് ആണ് എന്ന്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഗ്രാഫിൽ അറിയാം, ഇത് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എം എന്നുള്ളത് ഒരു ഒറിജിൻ ആയിട്ട് മാറും. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ എക്സ് ആക്സിസും ഇതാണ് എക്സ് ആക്സിസും വൈ ആക്സിസും എങ്കിൽ അതിൻ്റെ ഒറിജിനാണ് ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. അതിന്റെ ഒറിജിനിലാണ് 0,0 വരുന്നത്. ഒറിജിനാണ് 0,0 ആയിട്ട് വരുന്നത്. ഇവിടെ ഒറിജിൻ എന്നുള്ളത് ഓൾ ഡിനോട്ട് ചെയ്യുന്നതിന് പകരം എം എന്നുള്ള പോയിന്റ് എടുക്കാം. ദെൻ ഇത് ഈ എക്സ് ആക്സിസിൽ തന്നെയാണ് ഏത് പോയിന്റ് വരുന്നത്, എസും ടിയും. ബിക്കോസ് വൈ കോർഡിനേറ്റ് എന്താണ്, 0 ആണ്. ഇവിടെ വൈ കോർഡിനേറ്റ് ഇവിടെ 0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്സ് ആക്സിസിലായിരിക്കും ഈ ഒരു പോയിന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ മിഡ് പോയിന്റിൽ നിന്നും, അതായത് ഒറിജിനിൽ നിന്നും റൈറ്റിലേക്ക് 3 യൂണിറ്റ്സ് കവർ ചെയ്യുമ്പോഴാണ്, 3 യൂണിറ്റ്സിൽ എത്തുമ്പോഴാണ് ഇവിടെ 30 എന്നുള്ള പോയിന്റ്, ടി എന്നുള്ള പോയിന്റ് വരുന്നത്. ദാറ്റ് ഈസ് 30 ടി എന്നുള്ള പോയിന്റ് വരുന്നത്. 1, 2 and 3 യൂണിറ്റ്. ദെൻ ഒറിജിൻ നിന്നും അതുപോലെ 3 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് മാറുമ്പോഴാണ് എന്ത് വരുന്നത്, എസ് എന്നുള്ള പോയിന്റ് വരുന്നത്. ദാറ്റ് ഈസ് കോർഡിനേറ്റ് എന്ത് വരും, -30. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് മിഡ് പോയിന്റിന്റെ ചെക്ക് ചെയ്യാൻ ഫോർമുലയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഒരു ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം വൈ കോർഡിനേറ്റ് 0 ആണ്, എക്സ് കോർഡിനേറ്റ് ആണ്. 0 നിന്നും റൈറ്റിലേക്ക് 3 യൂണിറ്റും ലെഫ്റ്റിലേക്ക് 3 യൂണിറ്റും. 3 യൂണിറ്റ് വരുമ്പോൾ എന്തായി, അത് -3 ആണ്. ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, അതുകൊണ്ടാണ് -3 വന്നത്. ബട്ട് എന്തെന്ന് 3 യൂണിറ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഫസ്റ്റ് കേസിൽ M is the midpoint. M midpoint of ST. Midpoint ആണോ? Yes or no? Yes, M is the midpoint. Then reason why, എന്തുകൊണ്ടാണ് M midpoint ആണ് എന്ന് പറയുന്നത്? M lies between exactly the center of the
സെന്റർ ഓഫ് എസ് ആൻഡ് ടി, സെന്റർ ഓഫ് എസ് ആൻഡ് ടി. അതുകൊണ്ടാണ് ഈസി ആയിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. 3 ആൻഡ് എം 3,4 ആൻഡ് ടി 4,5. ഇവിടെ ഈ ത്രീ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ 3 കോർഡിനേറ്റ്സ് വരുമ്പോൾ എസിന് 2ഉം 3ഉം അതുപോലെ തന്നെ ടിക്ക് 4ഉം 5ഉം ആണെങ്കിൽ ഇവ മിഡ് പോയിന്റ് എം, അപ്പോൾ ആ സമയത്ത് എം മിഡ് പോയിന്റ് തന്നെയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾക്ക് ഒരു പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വിഷമമാണ്. പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? x1 പ്ലസ് x2. ഫസ്റ്റ് എക്സ് കോർഡിനേറ്റിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2, y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ 2 കോർഡിനേറ്റ്സ്, എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റ്സും എമ്മിന്റെ മിഡ് പോയിന്റ് കിട്ടും. അതായത് മിഡ് പോയിന്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുലയാണിത്. x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. ദെൻ y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2, അതുപോലെ y കോർഡിനേറ്റ്സും ആയിരിക്കും മിഡ് പോയിന്റിന്റെ. സോ ഇവിടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. x1 പകരം എന്താണ്? ഇത് x1 ആയിട്ട് എടുക്കാം. അതുപോലെ ഇത് എന്തായി മാറും? അപ്പോ y1. സോ എസും ടിയും, എസിന്റെയും ടിന്റെയും മിഡ് പോയിന്റ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ എക്സിന്റെയും ടിയുടെയും കോർഡിനേറ്റ്സ്, എക്സിന്റെയും ടിയുടെയും കോർഡിനേറ്റ്സ് ആണ് ആഡ് ചെയ്ത് അവയുടെ അവയുടെ സെന്റർ കണ്ടുപിടിക്കേണ്ടത്. എസിന്റെയും ടിയുടെയും കോർഡിനേറ്റ്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അത് ഏത് കോർഡിനേറ്റ്സിന് ഈക്വൽ ആണ് എന്ന് ചെക്ക് ചെയ്യണം. എമ്മിന്റെ കോർഡിനേറ്റ്സിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ അത് ഈക്വൽ ആണെങ്കിൽ എന്തായി മാറും? അത് മിഡ് പോയിന്റ് ആണ് എന്ന് പറയാം. സോ ഇവിടെ എസിന്റെയും ടിയുടെയും മിഡ് പോയിന്റ്, എസ് കോർഡിനേറ്റ്സിന്റെയും ടി കോർഡിനേറ്റ്സിന്റെയും മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് x1. x1 ഇവിടെ വരുന്നത് 2 ആണ്. 2 പ്ലസ് x2, x2 വരുന്നത് 4 ആണ്. ഡിവൈഡഡ് ബൈ 2, y1 3 ആണ്. then y2 എന്തായിട്ട് വരും? 5 ആണ്. that is divided by 2 equal to 2 plus 4 is 6 divided by 2. 6 divided by 2, 8 divided by 2 equal to 3, 4. 8 divided by 2 is 4. ഇതാണ് മിഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ മിഡ് പോയിന്റ് തന്നെയാണോ എം എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്? ആണ്, കറക്റ്റ് ആണ്. ഇത് സെക്കൻഡ് കേസിൽ കറക്റ്റ് ആണ്. സെക്കൻഡ് കേസിൽ ഇത് മിഡ് പോയിന്റ് തന്നെ, ഈ മിഡ് പോയിന്റ് തന്നെയാണ് എം എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് എം എന്താണ്? മിഡ് പോയിന്റ് ആണ്. സെക്കൻഡ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഈ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എസ് ടി. യെസ്, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എസ് ടി. റീസൺ ഫോർ യുവർ ആൻസർ. എന്താണ് റീസൺ? ഇവിടെ മിഡ് പോയിന്റ് ആയിട്ട് കിട്ടിയത് മിഡ് പോയിന്റ് ഓഫ് എസ് ടി. മിഡ് പോയിന്റ് ഓഫ് എസ് ടി ഈസ് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് എസ് ടി ഈസ് ഈക്വൽ ടു 3,4 ആണ്. അത് തന്നെയാണ് എന്തെന്ന് വരുന്നത്? എം എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്. അതുകൊണ്ടാണ് എന്തിന് എം എന്നുള്ള പോയിന്റിന് മിഡ് പോയിന്റ് ഓഫ് എസ് ടി എന്ന് പറയുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് വൺ, എസ് പോയിന്റിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 0, 0 ആണ്. ആൻഡ് എം എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 0, 5 ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, ടിയുടെ കോർഡിനേറ്റ്സ് 0, -10 ആണ്. അപ്പോൾ ഇതിന്റെയും എന്ത് കണ്ടുപിടിക്കണം? മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇവിടെയും എസിന്റെയും ടിയുടെയും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ ഈ എം എന്നുള്ള പോയിന്റ് എന്താണോ എന്ന് കിട്ടും. എം എന്നുള്ള പോയിന്റ് മിഡ് പോയിന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എസിന്റെയും
ടിയുടെയും മിഡ് പോയിന്റ് കാണുക. ഫോർമുല അറിയാം. മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 ആൻഡ് y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2. S1ന്റെ കോർഡിനേറ്റ്സ് x1 y1 ആയിട്ട് എടുക്കാം. ടിയുടെ കോർഡിനേറ്റ്സ് x2 y2 ആയിട്ടും എടുക്കാം. Then values ഫോർമുലയിൽ കൊടുക്കാം. x1 ഏതാണ്? 0 പ്ലസ് x2 is 0 divided by 0 and y1 is 0 plus minus 10 divided by 2. That's equal to 0. Then 0 comma. Next minus 10 divided by 2. That's equal to 0 comma minus 5. 0 comma minus 5 ആണ് മിഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. എസിന്റെയും ടിയുടെയും മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് 0 ആൻഡ് മൈനസ് 5 ആണ്. എസിന്റെയും ടിയുടെയും മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, ഇതിന്റെ സെന്റർ ആയിട്ട് മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 0 ആൻഡ് മൈനസ് 5 ആണ്. അതാണോ എം എന്നുള്ള പോയിന്റ് ഇവിടെ തന്നിട്ടുള്ളത്? അല്ല, എമ്മിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 0യും 5ഉം ആണ്. ബട്ട് ഇവിടെ എന്താണ് മിഡ് പോയിന്റ്? മിഡ് പോയിന്റ് ഏതാണ്? മിഡ് പോയിന്റ് 0 ആൻഡ് മൈനസ് 5 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനില് എം എന്തല്ല? മിഡ് പോയിന്റ് അല്ല. എം ഈസ് ദ മിഡ് പോയിന്റ്? നോ, എം ഒരു മിഡ് പോയിന്റ് അല്ല. Then reason, എന്ത് റീസൺ എഴുതാം? ഇവിടെ മിഡ് പോയിന്റ് ഓഫ് എസ് ടി എന്നുള്ളത് മിഡ് പോയിന്റ് ഓഫ് എസ് ടി എന്ന് കിട്ടിയത്, മിഡ് പോയിന്റ് ഓഫ് എസ് ടി ഈസ് ഈക്വൽ ടു 0 മൈനസ് 5 ആണ്. എന്തല്ല? നോട്ട് 0,5 അല്ല. സോ അതുകൊണ്ടാണ് ഇത് മിഡ് പോയിന്റ് അല്ല എന്ന് പറയുന്നത്. Then next, yes, minus 8,7 and m 0, minus 2 and t 6, minus 3. Then ഇതിന്റെ മിഡ് പോയിന്റ് ചെക്ക് കണ്ടു നോക്കാം, എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. മിഡ് പോയിന്റ് ഓഫ് എസ് ആൻഡ് ടി, മിഡ് പോയിന്റ് ഓഫ് എസ് ടി ഈസ് ഈക്വൽ ടു x1 plus x2 divided by 2 y1 plus y2 divided by 2. numbers കൊടുക്കാം. x1 and x1 comma y1 and x2 comma y2. That is x1 minus 8 plus 6 divided by 2 and y1 7 plus minus 3 divided by 2. That's equal to minus 2 divided by 2 comma 4 by 2 equal to minus 1 comma 2. minus 1 comma 2. ഇതാണ് മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇവിടെ മിഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. minus 1 comma 2 ആണ് മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. ബട്ട് ഇവിടെ എന്താണ് മിഡ് പോയിന്റ്? ഇവിടെ എം എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? 0, minus 2 ആണ്. ഇത് ഈക്വൽ ആണോ? മിഡ് പോയിന്റിന് ഈക്വൽ ആണോ? എം എന്നുള്ള കോർഡിനേറ്റ് മിഡ് പോയിന്റ് കോർഡിനേറ്റ് മിഡ് പോയിന്റിന് ഈക്വൽ ആണോ? അല്ല. സോ midpoint is midpoint of ST is no. Yes or no? No ആണ്. Then reason, midpoint of ST, midpoint of ST എന്താണ് കിട്ടിയത്? minus midpoint of ST is equal to minus 1 comma 2. Not എന്തല്ല? 0, minus 2 അല്ല.
ഇങ്ങനെയാണ് മിഡ് പോയിന്റ് ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ. ഈ രീതിയിലാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ പറയുന്നുണ്ട് എക്സ്ട്രാ. വെൻ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എസ് ടി, ക്യാൻ യു ഫൈൻഡ് എനി കണക്ഷൻ ബിറ്റ്വീൻ ദ കോർഡിനേറ്റ്സ് ഓഫ് എം എസ് ആൻഡ് ടി? എമ്മിന്റെയും എസിന്റെയും ടിയുടെയും കോർഡിനേറ്റ്സിന് എന്തെങ്കിലും കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഇവിടെ പറയുന്നത്. എന്തായിരിക്കും ഇതിന്റെ കണക്ഷൻ? എന്താണ് ഇവിടെ പറയുന്നത്? എന്തായിരിക്കും ഇവ തമ്മിലുള്ള ഒരു കണക്ഷൻ? നമുക്ക് ഫസ്റ്റ് റോയില് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എക്സ് കോർഡിനേറ്റ് എന്നത്, എക്സ് കോർഡിനേറ്റ് ഫസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? -3 ആൻഡ് പ്ലസ് എന്തെന്നാണ് 3 ആണ് വരുന്നത്. -3യും 3യും ആണ് വരുന്നത്. അപ്പൊ ഇവയുടെ ആവറേജ് ആണ് എന്തായിട്ട് വരുന്നത്? ആവറേജ് കാണാൻ അറിയില്ല. ഇത് ഇവയുടെ ആവറേജ് ആണ് എന്തായിട്ട് വരുന്നത്? എം കോർഡിനേറ്റ്സ്, ഇതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ y കോർഡിനേറ്റ്സ് 0 + 0 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ y കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്, മിഡ് പോയിന്റിന്റെ y കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടുന്നത് y കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള സമ്മിന്റെ ആവറേജ് ആയിട്ടാണ് വരുന്നത്. സോ എന്താണ് ഇവിടെ പറയുന്നത്? എക്സ് കോർഡിനേറ്റ് ഓഫ് എം എന്നുള്ളത് ആവറേജ് ഓഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് 2s ആൻഡ് t ആണ്. ആവറേജ് ഓഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് s ആൻഡ് t ആണ്. Question number 10. Use the connection you found to find the coordinates of B. കോർഡിനേറ്റ്സ് ഓഫ് ബി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോർഡിനേറ്റ്സ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. Given that M is the midpoint of A and B. M is the midpoint of A and B. എ എന്നുള്ള പോയിന്റിന്റെയും അതുപോലെ തന്നെ ബി എന്നുള്ള പോയിന്റിന്റെയും മിഡ് പോയിന്റ് ആയിട്ട് എം എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റ്സ് ഇവിടെ 3, -4 ആണ്. അതുപോലെ എം എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് -7, 1. ബട്ട് എന്ത് തന്നിട്ടില്ല? ബി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല. അതിന് വേരിയബിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഏതിന്റെ? ബിയുടെ. സോ നമ്മൾക്ക് എന്തറിയാം? മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? മിഡ് പോയിന്റ് ഓഫ് എ ബി കാണാനുള്ള, എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? x1 + x2 ഡിവൈഡഡ് ബൈ 2 y1 + y2 ഡിവൈഡഡ് ബൈ 2. മിഡ് പോയിന്റ് ഓഫ് എ ബി ഇവിടെ ഏതാണ്? എം ആണ് മിഡ് പോയിന്റ് ഓഫ് എ ബി എന്നുള്ളത്. അതുപോലെ തന്നെ x1 x2 ഏതാണ്? x1 x2 ആയിട്ട് വരുന്നത് എയുടെ കോർഡിനേറ്റ്സ് ആണ് x1 y1 ആയിട്ട് എടുക്കുന്നത്. അതുപോലെ ബിയുടെ കോർഡിനേറ്റ് x2 y2 ആയിട്ട് എടുക്കാം. ബട്ട് ഇവിടെ ഓൾറെഡി ഒരു വേരിയബിൾസ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ x, y ആ രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ്. സോ ഇവിടെ x1 എന്ന് വരുന്നത് 3 ആണ്. x1 വരുന്നത് 3, then പ്ലസ് എന്താണ്? x2 എന്താണ് ഇവിടെ വരുന്നത്? x ആണ്, ഡിവൈഡഡ് ബൈ 2. then y1 is -4 plus y2 y divided by 2. m എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്രയാണ് വരുന്നത്? -7, 1 ഈക്വൽ ടു ഏതിന് ഈക്വൽ ആണ്? 3 + x divided by 2 and -4 plus y divided by 2.
divided by 2. അപ്പോൾ ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ എക്സ് കോർഡിനേറ്റ് മിഡ് പോയിന്റ്, ഇത് മിഡ് പോയിന്റ് ആണ്, കാരണം മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ഈ ഒരു പാർട്ടും വരുന്നത്, ഈ ഒരു പോർഷനും വരുന്നത്. സോ ഇത് തമ്മിൽ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് മിഡ് പോയിന്റ്, ഈ ഒരു എക്സ് കോർഡിനേറ്റ് വരുന്നത് -7 ആണ്. അതുപോലെ ഇവിടെയും എക്സ് കോർഡിനേറ്റ് ഏതാണ്? ഇതിന് ഈക്വൽ ആയിട്ട് ഏതാണ് വരുന്നത്? 3 + x ഡിവൈഡഡ് ബൈ 2 ആണ്. Then y കോർഡിനേറ്റ്സ് 1 ആണ്. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ്സ് ഏതാണ് വരിക? -4 + y ഡിവൈഡഡ് ബൈ 2. 3 + x ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഏതിന് ഈക്വൽ ആണ്? -7 എന്നുള്ള എക്സ് കോർഡിനേറ്റിന് ഈക്വൽ ആണ്. ഇത് നമ്മൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 3 + x ഇൻറ്റു, ഇവിടെ ഇടയിൽ ഡിനോമിനേറ്റർ 1 ആയിട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 1 ആയിട്ട് എടുക്കാം. അത് എടുക്കാന്നില്ല. 3 + x എന്ന് എഴുതി ഈക്വൽ ടു എന്ത് എഴുതിയാൽ മതി? 2 ഇൻറ്റു -7 എന്ന് എഴുതിയാൽ മതി. That's equal to 3 + x equal to -14. Then x equal to ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഇവിടെ +3 ആണ്. ഇത് RHSലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ -14 -3 ആയിട്ട് മാറും. That's equal to 2 നമ്പർ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇവ തമ്മിൽ ആഡ് ചെയ്ത് മൈനസ് കൊടുക്കും. മൈനസ് എന്നുള്ള നമ്പർ that's equal to -17. 2 നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അവ ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ദാറ്റ് ഈസ് -14. 14 + 3 is 17 and sign negative minus ആയിരിക്കും വരിക. That is -17. Then next, അപ്പോഴേക്ക് എന്ത് കിട്ടി? എക്സിന്റെ എക്സ് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ കിട്ടി. എക്സ് കോർഡിനേറ്റ് കിട്ടി. ഏതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഇത് വരുന്നത്? ഏതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്? ബിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് ഇത് വരുന്നത്. ദെൻ എന്ത് കണ്ടുപിടിക്കണം? നെക്സ്റ്റ് y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ -4 + y ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. -4 + y ഈക്വൽ ടു 2 ഇൻറ്റു 1. Therefore y is equal to 2. ഇവിടെ -2 ഇൻറ്റു 1 2. ദെൻ ഇവിടെ നെഗറ്റീവ് സൈൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് -4 ആണ്. ദെൻ RHSലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറും. ദാറ്റ് ഈസ് +4 ഈക്വൽ ടു 6. So y is equal to 6 and x equal to -17. So x, y is equal to -17, 6. എക്സും വൈയും കിട്ടി. എക്സും വൈയും എന്നുള്ളത് എക്സ് ആൻഡ് വൈ ഏതാണ്? ബിയുടെ കോർഡിനേറ്റ്സ് ആണ്. ബി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ആൻഡ് വൈ. സോ ഇതിന്റെ ആൻസർ -17, 6. Then next question ആണ് നോക്കുന്നത്. Question number 11. Let P, Q be the points of trisection of AB with P closer to A and Q closer to B. Using your knowledge of how to find the coordinates of the midpoint of a segment, how would you find the coordinates of P and Q? Do this for the case when the points A 4,7, B 16, -2.
ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ ബി എന്നുള്ള 2 പോയിന്റ്സ് അതായത് എ ബി ഒരു ലൈൻ സെഗ്മെന്റിൽ ആണെങ്കിൽ അവയുടെ പി ആൻഡ് ക്യൂ ബി ദ പോയിന്റ്സ് ഓഫ് ട്രൈ സെക്ഷൻ ഓഫ് എ ബി എന്നുള്ള ലൈൻ സെഗ്മെന്റിന്റെ ട്രൈ സെക്ഷന്റെ പോയിന്റ് ആയിട്ടാണ് പി ആൻഡ് ക്യൂവിനെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ട്രൈ സെക്ഷൻ മീൻസ് എ ബിയെ 3 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ 3 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോയിന്റ്സ് ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതാണ് പിയും ക്യൂവും അറിയപ്പെടുന്നത്. പി ആൻഡ് ക്യൂ, എ ക്ലോസർ ടു പി ആൻഡ് ക്യൂ ക്ലോസർ ടു ബി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുപോലെ തന്നെ എയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 4ഉം 7ഉം ആണ് എയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. ബി 16, -2 ആണ് ബിയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. പിയും ക്യൂവും ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. പിന്റെയും ക്യൂവിന്റെയും കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഏത് രീതിയിൽ കണ്ടുപിടിക്കാം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് എ സെഗ്മെന്റ്. നമ്മൾ മിഡ് പോയിന്റ്, ഒരു സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിനേക്കാളും ഈസി ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടും വേണമെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ ഇവിടെ എ എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 7, എക്സ് കോർഡിനേറ്റ് 4ഉം വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 7ഉമാണ്. എക്സ് കോർഡിനേറ്റ് 4 ആൻഡ് വൈ കോർഡിനേറ്റ് 7. Then next വരുന്നത് B16 and 2 ആണ്. B16 and -2 ആണ്. ഈ ഒരു പോയിന്റ് ആണ് 16 and -2 ആയിട്ട് വരുന്നത് ബി. ദെൻ ഇവ തമ്മിൽ യോജിപ്പിച്ചാല് എ ബി എന്നുള്ള ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടും. ഇവിടെ എക്സ് എന്നുള്ള കോർഡിനേറ്റ് വന്നത് 4 ആണ്. അപ്പോ ഈ 4ൽ നിന്നും 16ലേക്ക് എക്സ് കോർഡിനേറ്റ് ആയ 16ലേക്ക് എത്ര ഡിഫറൻസ് ആണ് വരുന്നത്? 12 യൂണിറ്റ് ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് 4ൽ നിന്ന് 16ലേക്ക് എത്താനുള്ള ചേഞ്ച് 12 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ 12 യൂണിറ്റിനെ 3 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടുന്ന് ഇവിടേക്കുള്ളത് 12 യൂണിറ്റ് ആണ് എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് വരുന്നത്. അപ്പൊ ഈ 3 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 12നെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് 4 ആണ്. അതായത് എ മുതൽ പി വരെയുള്ള എക്സ് കോർഡിനേറ്റ്സിന്റെ ചേഞ്ച് 4ഉം ദെൻ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് ക്യൂവും പിന്നെ ക്യൂവിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ചേഞ്ച് 4ഉമാണ്. ഇങ്ങനെ 3 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എങ്ങനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം? എയുടെ എക്സ് കോർഡിനേറ്റ് ആണ് 4ൽ നിന്നും 4 ചേഞ്ച് ചെയ്യുമ്പോഴാണ് പി കിട്ടുന്നത്. അതായത് 4ൽ നിന്നും 4 ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് അപ്പോഴെന്താ എത്ര വരുക? 8 ആണ്. പിയുടെ എക്സ് കോർഡിനേറ്റ് 8 ആണ് വരുന്നത്. അതുപോലെ ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റ് ഏത് വരും? ഇതിപ്പോൾ 8 ആയി. പി 8 ആവുമ്പോൾ 8 + 4 12 ആണ്. അപ്പൊ ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റ് 12ഉമാണ് ലഭിക്കുന്നത്. ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് ഓഫ് P is 8 and x coordinate of Q is 12. Then അതേ രീതിയിൽ തന്നെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. y കോർഡിനേറ്റ് എങ്ങനെയാണ്? 7. ഇവിടെ 7 ആണ് y കോർഡിനേറ്റ്. 7 -2ലേക്കുള്ള ചേഞ്ച് ആണ്. 7ൽ നിന്നും -2ലേക്ക് വരുമ്പോൾ എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു? 7 -2 that is 9. അപ്പോൾ 9 3 ഈക്വൽ പാർട്ടായിട്ട് 9 ഇവിടുന്ന് ഇവിടേക്ക് y കോർഡിനേറ്റ്സിന്റെ ചേഞ്ച് 9 ആണ്. അപ്പൊ 9നെ 3 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 9/3 ഈസ് 3 ആണ് വരുന്നത്. സോ y കോർഡിനേറ്റ് ഓഫ് P equal to
y coordinate of A 7 ആണ്. 7 plus 3 equal to 7 plus 3 equal to 10 and y coordinates of Q equal to 10 plus 3. 10 plus 3 is 13. ഇതാണ് two coordinates കിട്ടുന്നത്. P യുടെ two coordinates ആണ് 8 and 10. Q ന്റെ two coordinates ആണ് വരുന്നത് 12, 13. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഇത് ഈസിലി ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. ദെൻ നമ്മൾക്ക് വേറൊരു രീതിയിലും കൂടെ ഇതൊന്ന് ചെയ്ത് നോക്കാം. അത് മിഡ് പോയിന്റ് ഉപയോഗിച്ച് ഒരു മിഡ് പോയിന്റ് സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാ കാണുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ലൈൻ സെഗ്മെന്റ് ഇവിടെ തന്നിട്ടുള്ളത് എ ബി ആണ് ലൈൻ സെഗ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എ ആൻഡ് ബി ആണ് ലൈൻ സെഗ്മെന്റ്. അതിനെ ട്രൈ സെക്ടർ ആയിട്ട് 3 ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ 1 പോയിന്റ് ആണ് പി. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യൂ ആണ്. എയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4 and 7 and 16. ബിയുടെ കോർഡിനേറ്റ് 16 and -2 ആണ്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് പിയുടെയും ക്യൂയുടെയും കോർഡിനേറ്റ്സ് ആണ്, എക്സ് കോർഡിനേറ്റ്സും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ്സ്. മിഡ് പോയിന്റ് യൂസ് ചെയ്യുമ്പോൾ എയുടെയും അതുപോലെ തന്നെ ക്യൂവിന്റെയും മിഡ് പോയിന്റ് ആണ് പി ആയിട്ട് പി വരുന്നത്. സോ ഈ മിഡ് പോയിന്റ് കാണേണ്ട ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിയുടെ കോർഡിനേറ്റ് പിയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ് ക്യൂ വരുന്നത്. അപ്പൊ ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഇവ തമ്മിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ മിഡ് പോയിന്റ് ഓഫ് AP, midpoint of AB അല്ല സോറി AQ, midpoint of AQ ഏതിന് ഈക്വൽ ആണ്? P എന്നുള്ള പോയിന്റ്. മിഡ് പോയിന്റ് ഓഫ് AQ ഇവിടെ ഏതാണ് വരുന്നത്? P എന്നുള്ള പോയിന്റ് ആണ്. Pയുടെ കോർഡിനേറ്റ്സ് x1ഉം y1ഉം ആയിട്ട് എടുക്കാം. Qന്റെ കോർഡിനേറ്റ് x2 and y2 ആയിട്ടും എടുക്കാം. സോ ഇവിടെ Pയുടെ കോർഡിനേറ്റ് x1, y1 ആണ് പിയുടെ കോർഡിനേറ്റ്സ്. എന്താണ് ഇതിന്റെ പി ആണ് ഇവിടെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. പിയുടെ കോർഡിനേറ്റ്സ് x1, y1 ആണ്. പി ആണ് മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മിഡ് പോയിന്റ് കാണേണ്ട ഇക്വേഷൻ മിഡ് പോയിന്റ് എങ്ങനെയാണ്? മിഡ് പോയിന്റ് m ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 divided by 2, y1 plus y2 divided by 2 ആണ് മിഡ് പോയിന്റ് കാണുന്നത്. അപ്പോൾ മിഡ് പോയിന്റ് ഇവിടെ x1ഉം y1ഉം കോർഡിനേറ്റ്സ് ആണ്. അതുപോലെ x2ഉം y2ഉം ടു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു കേസ് വരുന്നത്. ഇവിടെ എയുടെ കോർഡിനേറ്റ്സ് 4ഉം 7ഉം ആണ്. ക്യൂവിന്റെ കോർഡിനേറ്റ് x2ഉം y2 ആണ്. അപ്പോഴെങ്ങനെ മിഡ് പോയിന്റ് എഴുതാം? 4 plus x2 divided by 2, 7 plus y2 divided by 2 എന്നും കൂടെ എഴുതാം. So x1 is equal to 4 plus x2 divided by 2. 4 plus x2 divided by 2. ഇതിനെ നമ്മൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 ഇവിടെ RHSലാണ്. RHSൽ 2 ഡിവിഷൻ ആണ്. അത് LHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? 2x1 മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. 2x1 is equal to 4 plus x2. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് മിഡ് പോയിന്റ് ഏതാണ്? Q ആണ് വരുന്നത്. പിയുടെയും ബിയുടെയും മിഡ് പോയിന്റ്.
So midpoint of PB, midpoint of PB is equal to Q ആണ്. Q in the coordinates ആണ് x2 and y2. That's equal to midpoint ഏതാണ് വരുന്നത് P x1 and B യുടെ coordinates 16 ആണ്. അപ്പോൾ x1 plus 16 divided by 2 x coordinate and y coordinates y1 plus minus 2 divided by 2. That is x2 is equal to x1 plus 16 divided by 2. Equation number 2. ഇവിടെ x coordinate മാത്രമേ ആദ്യം നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. രണ്ടിന്റെയും x coordinate ആണ്. അപ്പോൾ ആ x coordinate നെ ബേസ് ചെയ്തിട്ട് അതിന്റെ x1ന്റെയും x2ന്റെയും വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. Then x2 എന്നുള്ള ഈ 2 എന്നുള്ള ഇക്വേഷൻ x2 is x1 plus 16 divided by 2 ആണ്. അപ്പോൾ x2 ഏതാണോ അത് ഏതിലേക്ക് അപ്ലൈ ചെയ്യാം? ഈ ഇക്വേഷൻ നമ്പർ 1. കാരണം ഇവിടെ x2 ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 become 2x1 is equal to 4 plus x2. x2ന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കാം? x1 plus 16 divided by 2. That is 4നെ നമ്മൾ ഈ x1 4നെ നമ്മൾക്ക് ഈ ഒരു സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായി മാറും? ഇത് 2x1 minus 4 is equal to x1 plus 16 divided by 2. That is 2 ഇവിടെ ഡിവിഷൻ ആണ്. അത് ഈ ഒരു LHSലേക്ക് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. That is 2 into 2 നമ്പേഴ്സിനും 2 ഇവിടെയുള്ള 2 നമ്പേഴ്സിനും ഇത് ബാധകമാണ്. 2 മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് 2x1 minus 4 is equal to x1 plus 16 എന്ന് എഴുതാം. Then 2 into 2 is 4x1 minus 2 into 4. That is 2 into 4 is 8 is equal to x1 plus 16. Then x1 minus ഇവിടെ 4x1 ഈ x1 LHSലേക്ക് പോകുമ്പോൾ എന്തായി മാറും? മൈനസ് ആയി നെഗറ്റീവ് മൈനസ് ആയിട്ട് മാറും. So 4x1 minus x1 ഈ minus 8 ഏതിലേക്ക് ഇപ്പോഴേക്ക് വരുമ്പോൾ എന്തായി മാറും? പ്ലസ് 8 ആയി മാറും. That is 16 plus 8. So 3x1 is equal to 24. Therefore, x1 is equal to 24 divided by 3 is 8. അപ്പോൾ എന്ത് കിട്ടി? x1 കിട്ടി. x1 ഏതിന്റെ കോർഡിനേറ്റ് ആണ്? P യുടെ കോർഡിനേറ്റ് ആണ്. P യുടെ x കോർഡിനേറ്റ് ആണ് x1. So x1ന്റെ വാല്യൂ കിട്ടി. Then ഈ x1ന്റെ വാല്യൂ ഏതിൽ അപ്ലൈ ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2ൽ അപ്ലൈ ചെയ്യാം. എന്താണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. Then equation number 2 is x2 is equal to x1. x1 8 ആണ്. ഇവിടെ x2 എന്താണ് വരുന്നത്? x2 എന്നുള്ള ഇക്വേഷൻ x2 is equal to x1 plus 16 by 2 ആണ്. അപ്പോൾ x1ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. 8 plus 16 divided by 2. Therefore, x2 is equal to 18 plus 16. That is 24. 24 divided by 2. That is 12. x2 is 12 and x1 is 8.
ഇനി എന്ത് കണ്ടുപിടിക്കണം? നമ്മൾക്ക് എക്സ് കോർഡിനേറ്റ്, രണ്ടിന്റെയും എക്സ് കോർഡിനേറ്റ് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ, x1 ആൻഡ് x2. ദെൻ നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് y കോർഡിനേറ്റ്സും കൂടെ കണ്ടുപിടിക്കണം. എങ്ങനെ y കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം? ഇതേ രീതിയിൽ ഇക്വേഷനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് y കോർഡിനേറ്റ്സ് കിട്ടും. ദാറ്റ് ഈസ് y1 എന്താണ് ഇവിടെ? y1 is equal to 7 plus y2. 7 plus y2 divided by 2. Therefore 2y1 ഇവിടെ ഡിവിഷൻ ആണ് 2 വരുന്നത്. അപ്പോൾ LHSലേക്ക് 2y1 മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. 2y1 is equal to 7 plus y2. ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. നെക്സ്റ്റ് y2, ഇവിടെ y2 എന്നുള്ള കോർഡിനേറ്റ്സ്, y2 എന്നുള്ള കോർഡിനേറ്റ്സിനെ എങ്ങനെ മാറ്റി എഴുതാം? y2 is equal to y1 plus minus 2 divided by 2 ആണ്. അപ്പോൾ y2 എന്നുള്ള ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. y2 എന്നുള്ള y2 is equal to y1 plus minus 2 divided by 2ന് ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. അപ്പോൾ 4 ഏതിൽ അപ്ലൈ ചെയ്യാം? 3ൽ അപ്ലൈ ചെയ്യാം. 3 become 2y1 is equal to 7 plus y1 minus 2. ഇവിടെ പ്ലസ് മൈനസ് 2 ആയി മാറും. ദാറ്റ് ഈസ് y1 plus y1 minus 2 divided by 2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2y1 minus 7. 7 ഇവിടെ പോസിറ്റീവ് ആണ്. LHSൽ വരുമ്പോൾ നെഗറ്റീവ് ആയി മാറും. y1 minus 2 divided by 2. Then 2 ഇവിടെ ഡിവിഷൻ ആണ്. ഈ LHSലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. 2 into 2y1 minus 7 equal to y1 minus 2. 2 into 2, 4. 4y1 minus 2 into 7, 14 equal to y1 minus 2. That is 4y1. ഇവിടെ y1 എന്നുള്ളത് LHSലേക്ക് മാറുമ്പോൾ നെഗറ്റീവ് ആയി മാറും. Then equal to minus 14 minus 2 minus 14 plus 14 ആയിട്ട് മാറും. That is 4y1 minus y1. 4y1 minus y1 is 3y1 equal to minus 2 plus 14 minus 14 minus 2 is 12. Then 14 ആണ് വലിയ നമ്പർ, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആണ്. Then y1 is equal to 12 minus 3, that is 4. അപ്പോൾ y1ന്റെ വാല്യൂ കിട്ടി 4 എന്ന് കിട്ടി. അപ്പോൾ ഈ y1ന്റെ വാല്യൂ നമ്മൾക്ക് ഏതിൽ അപ്ലൈ ചെയ്യാം? y2വിൽ അപ്ലൈ ചെയ്യാം. Then ഇക്വേഷൻ നമ്പർ ഫോർ. y1 എത്രയാണ് കിട്ടിയത്? 4 ആണ് കിട്ടിയത്. അപ്പോൾ y2 എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യും? y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y2 ഇക്വേഷൻ നമ്പർ 4ൽ എന്ത് കൊടുക്കണം? y1ന്റെ വാല്യൂ y1 is equal to 4 ആണ്. Then y2 is equal to y1ന് പകരം 4 കൊടുക്കുക. 4 plus minus 2 divided by 2 എന്ന് കിട്ടും. That is y2 is equal to 4 minus 2 is 2 divided by 2 equal to 1 എന്ന് കിട്ടും. അപ്പോൾ ഏതൊക്കെ കിട്ടി? എന്തൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്? x1 and y1. x1 y1. x1 is 8 ആണ്. x1 8ഉം അതുപോലെ തന്നെ y1 4ഉം കിട്ടി. അതുപോലെ x2 and y2. x2 എത്രയാണ് കിട്ടിയത്? x2 is 12 and y2 is 1. x1 y1 ഏതാണ്? P എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്. x2 y2 Q എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഇതാണ് മിഡ് പോയിന്റ് ഫോർമുല വെച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് സോൾവ് ചെയ്തതായിരുന്നു. Then വീണ്ടും ഒന്ന് ചെയ്തേ ഉള്ളൂ. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കുന്നത്.
First one, given the points A1 minus 8, B minus 4, comma 7, and C minus 7, comma minus 4, show that they lie on a circle. Circle K, whose center is the origin of 0, 0. What is the radius of the circle K? Second question, given the points D minus 5, comma 6 and E 0, comma 9, check whether D and E lie within the circle, on the circle, or outside the circle K. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിനെ ഡിനോട്ട് ചെയ്യുന്നത് കെ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ സർക്കിൾ കെയുടെ സെന്റർ ഒ എന്ന ലെറ്റർ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഒ എസ് കോർഡിനേറ്റ് 0, 0. then ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 3 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, എ ബി ആൻഡ് സി. ഇവ ഈ സർക്കിളിൽ തന്നെയാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവ സർക്കിളിൽ തന്നെ ആണ്, സർക്കിളിലാണോ എന്നെങ്ങനെ നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? ഇവയുടെ ഡിസ്റ്റൻസ് ഈ ഓയിൽ നിന്നും എയിലേക്കും ബിയിലേക്കും അതുപോലെ സിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 3 പോയിന്റ്സും ഈ സർക്കിളിൽ തന്നെയാണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും, റേഡിയസ് കണ്ടുപിടിക്കണം. എന്തായിരിക്കും ഇവിടെ റേഡിയസ് വരുന്നത്? സെന്ററിൽ നിന്നും ഈ ഓരോ പോയിന്റിലേക്കും, ഇവ സർക്കിളിൽ തന്നെ ആണെങ്കിൽ സെന്ററിൽ നിന്നും ഓരോ പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒ എയിലേക്കും ഒ ബിയിലേക്കും അതുപോലെ ഒ സിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ റേഡിയസ് ആയിട്ട് വരുന്നത്. ഇത്രയുമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് കണ്ടുപിടിക്കണം? ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് ഓൾറെഡി അറിയാം, ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഡിസ്റ്റൻസ് ഫോർമുല D is equal to square root of x2 minus x1 whole square plus y2 minus y1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഇവിടെ എന്താണ്? ഇവിടെ 1 പോയിന്റ് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ എ എന്തായിട്ട് എടുക്കാം? x1 y1 ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഒ എന്താണ് വരുന്നത്? 0, 0 ആണ്. O is the origin. അപ്പോൾ ഓയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുമ്പോൾ ഒരു 1 പോയിന്റ് എന്തായിട്ടാണ് മാറുന്നത്? 1 പോയിന്റ് കോർഡിനേറ്റ് 0, 0 ആണ്. അപ്പോൾ ഇവിടെ x2 y2 എന്തായി മാറും? അല്ലെങ്കിൽ x1 y1 ഏതായിട്ട് മാറും? 0, 0 ആയിട്ട് മാറും. അപ്പോൾ ഇതിന്റെ ഒറിജിനിൽ നമ്മൾ പറയുമ്പോൾ ഒറിജിൻ 0, 0 ആയിരിക്കും, ഒറിജിന്റെ കോർഡിനേറ്റ് 0, 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഡിസ്റ്റൻസ് ഫോർമുല എങ്ങനെ വരും? സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ള ഒറിജിൻ അതായത് സെന്റർ 0, 0 ആണ് അതിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അതിനെ x1 y1 എന്നെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഫോർമുലയ്ക്ക് എങ്ങനെ ചേഞ്ച് വരാം? x2 minus 0 whole square plus y2 minus 0 whole square. That is എങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുല ചേഞ്ച് വരും? x2 square plus y2 square. സോ ഒറിജിനിലാണെങ്കിൽ ഒറിജിനും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും? x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. സോ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് 0 to A ആണ്. 0 to A ആണ് ഡിസ്റ്റൻസ്. ഫസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതൊക്കെ പോയിന്റ്സ് ആണ്? 0 to A എന്നുള്ള പോയിന്റ്സ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് 0 to A D is equal to square root of A എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്, A എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇവിടെ എന്താണ്? 1, -8 ആണ്. അതുപോലെ B എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് -4, -7 and C become -7, -4.
Then the distance formula x2 square plus y2 square, that's equal to square root of 1 square plus minus 8 whole square equal to square root of 1 plus 8 into 8, 64. That's equal to square root of 65. Then OA എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ് കിട്ടിയത്? സ്ക്വയർ റൂട്ട് ഓഫ് 65 ആണ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. ദെൻ എന്ത് കണ്ടുപിടിക്കണം? നെക്സ്റ്റ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? OB. OB എന്നുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ദെൻ ഡിസ്റ്റൻസ് D is equal to B യുടെ കോർഡിനേറ്റ്സ് -4 ആണ്. x2 -4. So -4 whole square plus 7 square. That's equal to square root of 4 minus 4 into -4 is 16 plus 7 into 7, 49. That's equal to square root of 65. Then OBയും OB തമ്മിലുള്ള ഡിസ്റ്റൻസും സ്ക്വയർ റൂട്ട് ഓഫ് 65 ആണ്. Then next കണ്ടുപിടിക്കേണ്ടത് OC എന്നുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് OC is equal to square root of -7 whole square plus -4 whole square equal to square root of 49 plus 16 equal to square root of 65. 3 പോയിന്റുകൾ, അതായത് സെന്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, എയിലേക്കും ബിയിലേക്കും സിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 65 ആണ് കിട്ടുന്നത്. ഓയിൽ നിന്നും എയിലേക്കും അതുപോലെ ഓയിൽ നിന്നും ബിയിലേക്കും ദെൻ ഓയിൽ നിന്നും സിയിലേക്കും കിട്ടുന്ന ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 65. അത് തന്നെയാണ് റേഡിയസ്. ഈ ഒരു സർക്കിളിന്റെ റേഡിയസും ഇത് തന്നെയാണ്. അതുകൊണ്ട് റേഡിയസ് എന്തായിരിക്കും? ഈ 3 പോയിന്റ്സും അതിനാൽ തന്നെ ഈ 3 പോയിന്റ്സും എവിടെയാണ്? സർക്കിളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ റേഡിയസ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 65. Therefore, A, B and C lie on a circle K, and radius of circle K is equal to square root of 65. ഇതാണ്. Then second question, given the point D -5 comma 6 and E 0,9, check whether D and E lie within the circle, on the circle or outside the circle. ഇവിടെ 2 points തന്നിട്ടുണ്ട്. അതിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. D -5, 6 and E 0,9. ഈ 2 പോയിന്റ്സും എവിടെയാണ്? സർക്കിളിലാണോ അതോ സർക്കിളിന്റെ അകത്താണോ അതോ സർക്കിളിന് സർക്കിളിന്റെ ഔട്ട്സൈഡിലാണോ എന്നുകൂടെ കണ്ടുപിടിക്കണം. സോ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതും ഏത് യൂസ് ചെയ്യണം? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ചെക്ക് ചെയ്യാം. അതായത് ഓയിൽ നിന്നും ഏത് അകലത്തിലാണോ ഡി വരുന്നത്, ഈ ഒരു സർക്കിളിന്റെ പുറത്താണെങ്കിൽ റേഡിയസിനേക്കാളും കൂടുതലാണ്, റൂട്ട് 65നേക്കാളും കൂടുതലാണ് ഡി 0 ഓയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്കിൽ അത് സർക്കിളിന് ഔട്ട്സൈഡ് ആയിരിക്കും. റേഡിയസിനേക്കാളും കുറവാണെങ്കിൽ അത് സർക്കിളിന്റെ അകത്തായിരിക്കും, ഇൻസൈഡ് വിത്ത് ഇൻ ദ സർക്കിൾ ആയിരിക്കും. സോ എന്ത് കണ്ടുപിടിക്കണം? ഏത് യൂസ് ചെയ്യണം? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം.
റേഡിയസ് എത്രയാണ് കിട്ടിയത്? r is equal to square root of 65. Then distance formula യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സോ O2 D ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഓഫ് OD, ഡിസ്റ്റൻസ് ഓഫ് O ആൻഡ് D. ഓയിൽ നിന്നും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ദെൻ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് -5 എക്സ് കോർഡിനേറ്റ് -5 ആണ്. -5 ഹോൾ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ y കോർഡിനേറ്റ് 6 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു -5 into -25 plus 6 into 6 36 equal to square root of 61. Square root of 61 ആണ് കിട്ടുന്നത്. Then next distance of OE. Distance of OE D is equal to square root of 0 square x coordinate. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് OE എന്നുള്ള കോർഡിനേറ്റ്സിന്റെ ഡിസ്റ്റൻസ് ആണ്. OE എന്നുള്ള കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്നും E എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് ആയിട്ട് 0 ആണ് വരുന്നത്. 0 സ്ക്വയർ ഈസ് 0. ദെൻ പ്ലസ് നെക്സ്റ്റ് ഏതാണ് വരുന്നത്? 9 സ്ക്വയർ. y കോർഡിനേറ്റ് 9, ദാറ്റ് ഈസ് 9 സ്ക്വയർ. ദെൻ 9 സ്ക്വയർ ഈസ് 81. 81 square root of 81 is 9. ദെൻ ഇവിടെ കമ്പയർ ചെയ്യുക. റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇൻസൈഡ് അകത്താണോ അതോ സർക്കിളിന് പുറത്താണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ റേഡിയസ് ആയിട്ട് വരുന്നത് 61 ആണ്. റേഡിയസ് 61 ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ റേഡിയസ് 65 ആണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ഡിസ്റ്റൻസ് ഓഫ് ദെൻ ഇവ തമ്മിൽ കമ്പയർ ചെയ്യുക. റേഡിയസ് 65 ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 65 ആണെങ്കിൽ അത് റേഡിയസ് ആണ്. അപ്പോൾ സർക്കിളിലാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 65 ആണ് കിട്ടുക. സർക്കിളിൽ തന്നെയാണ് പോയിന്റ് വരുന്നതെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 65 ആയിരിക്കും ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 65നേക്കാളും ചെറുതാണ് ഏത് വരുന്നത്? 65 ആണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. അതായത് 61. സ്ക്വയർ റൂട്ട് ഓഫ് 61. 65 ഈസ് ഗ്രേറ്റർ ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 61. അതുകൊണ്ട് തന്നെ 61 എവിടെയായിരിക്കും വരിക? സർക്കിളിലായിരിക്കില്ല. ഡി എന്നുള്ള പോയിന്റ് സർക്കിളിലായിരിക്കില്ല. ഇത് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. സർക്കിളിലാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 61 കിട്ടണം. ഇൻസൈഡ് ദ സർക്കിളിലാണ്. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 65നേക്കാളും ചെറുതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 61 വരുന്നത്. അതായത് ഡി ഇൻസൈഡ് ദ സർക്കിൾ ആണ്. Therefore D lies inside the circle. അതുപോലെ തന്നെ OE എന്നുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 81 ആണ് OE എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്. ദെൻ റേഡിയസിനേക്കാളും അതായത് സർക്കിളിലാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 65 ആണ് വരുന്നത്. ഇത് 65നേക്കാളും വലുതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 81 ഗ്രേറ്റർ ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 65. അതുകൊണ്ട് തന്നെ E എന്നുള്ള പോയിന്റ് എവിടെയാണ് വരുന്നത്? A lies outside the circle. E lies outside the circle. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാനുള്ളത്. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.